കുഞ്ഞുമണി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞു നഷ്ടപ്പെട്ട മനസ്സിനെ ആശ്വസിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നു. ആശുപത്രിയിൽ മധുരവുമായി എത്തുന്ന മതികലയെ രവി പുറത്താക്കുന്നു. ഇതോടെ കുട്ടിമണി മുഴുഭ്രാന്തിയായി മാറുമെന്ന് മതികല. സീതയുടെ കുഞ്ഞിന് ബാലന്റെ ഛായയില്ലെന്ന് മതികല. ശാരദയുടെ മരണത്തെപ്പറ്റി പുനരന്വേഷണം നടത്തണമെന്ന് പോലീസ്. തുടർന്ന് കാണുക. ഒരു പ്രസ് കോൺഫറൻസും വെക്കാം. ദാറ്റ്സ് ഗുഡ്. അങ്ങനെ വന്നാൽ ശാരദാമ്മ മർഡർ കേസിന് ഒരു പുനരന്വേഷണം വന്നേക്കും. ചിലപ്പോ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ നിയോഗിച്ചേക്കും. ഞാനും അയ്യപ്പൻകുട്ടി സാറും പിന്നെ എഫിഷ്യന്റായ 1-2 ഓഫീസേഴ്സ്. നിങ്ങൾ സംശയിക്കുന്ന ലിസ്റ്റിലുള്ള എല്ലാവർക്കും നേരെയും ഒരു നോട്ടമുണ്ടാവും. ഷാഡോ പോലീസ് അവരെ നിരീക്ഷിച്ചു വന്നതാണ്. അപ്പോഴാണ് മുകളിൽ നിന്നും അതിനെ ബ്രേക്ക് ചെയ്ത് ചില നീക്കങ്ങളുണ്ടായത്. അയ്യപ്പൻകുട്ടി സാർ അതിൽ വലിയ നിരാശനാണ്. എന്തായാലും ഒന്ന് ശ്രമിക്കാം. താങ്ക്സ് മാഡം. ഇങ്ങനൊരു സഹായം മാഡത്തിന്റെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഓ, അന്ന് മതികലയുടെ കേസിൽ ഞാൻ മയിലിനെതിരെയാണല്ലോ സംസാരിച്ചത്. അതായിരിക്കും എന്നെപ്പറ്റി അങ്ങനെ ഒരു മുൻധാരണ വന്നത്. മൈലമ്മ, സ്ത്രീകൾ എവിടെ കരയുന്നത് കണ്ടാലും അവരുടെ സഹാനുഭൂതി കൂടുതലുള്ള ആളാ ഞാൻ. എന്നുവെച്ച് ഫെമിനിസ്റ്റ് അല്ല. അന്ന് മതികല വന്ന് ഭർത്താവിനെ പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ അതിൽ മയിലിനെയാണ് എനിക്ക് പ്രതിസ്ഥാനത്ത് തോന്നിയത്. അതവിടെ കഴിഞ്ഞു. ഇപ്പൊ ഒരു പാവ സ്ത്രീയുടെ മരണത്തിന് കാരണക്കാരനായ ഒരു ക്രിമിനൽ സമൂഹത്തിന് ഭീഷണിയായി നിങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തിയും വെല്ലുവിളിച്ചും നടക്കുന്നു. അതറിഞ്ഞപ്പോ അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടു നിർത്തി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ മൈലമ്മയോടൊപ്പം ഉണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ഒന്ന് സൂക്ഷിക്കണം. ശത്രുക്കൾ പ്രബലരാണ്. എന്റെ മാഡം, ഈ ചന്തു സാർ ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ആ ചിരി കണ്ടില്ലേ? നീയൊക്കെ പിന്നെ എന്താടി കരുതിയത് എന്റെ ആങ്ങളുടെ മോനെ പറ്റി? അമ്മയ്ക്ക് ഇപ്പൊ സന്തോഷായില്ലേ ഞാനും ചന്ദ്രുവേട്ടനും ഒന്നിച്ചപ്പോ? അല്ലെങ്കിലും നീയും ചന്ദ്രുവും തന്നെ ഒന്നിച്ചു നിൽക്കേണ്ടത്. ഓ തന്നെ. ആന്റിക്ക് സന്തോഷമായില്ലേ? സമാധാനമായില്ലേ? കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ച പോലെ നടന്നില്ലേ? സന്തോഷമായി മോനെ, ഒരുപാട് സന്തോഷമായി. ഇനി ഒരൊറ്റ അപേക്ഷ എനിക്ക് നിന്നോടുള്ളൂ. ആന്റിക്ക് അപേക്ഷയോ? എന്നോടോ? എന്താന്ന് പറ. നീ ഇനി തിരിച്ച് ബാംഗ്ലൂർക്ക് പോകരുത്. ഞാൻ പോകാതെ പിന്നെ ഇവിടെ നിൽക്കാൻ? ഈ മാണിക്യമംഗലത്ത് എത്ര കണക്ക് കൂട്ടിയാലും കളങ്ങളിൽ കൊള്ളാത്ത സ്വത്തുണ്ട്. അതനുഭവിക്കാൻ യോഗ്യൻ നീ മാത്രം. അതുകൊണ്ട് നീ എങ്ങും പോകണ്ട. അത് ചിലപ്പോ എന്റെ ഭർത്താവിന് ഇഷ്ടമായിരിക്കില്ല നീ ഇവിടെ നിൽക്കുന്നത്. അത് സാരമില്ല ആന്റി. അങ്കിളിനെ അങ്ങ് തട്ടിക്കളഞ്ഞേക്കാം. ആന്റിക്ക് വിധവയാവുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അല്ല, കൊല്ലുക എന്നൊക്കെ പറഞ്ഞ അങ്കിൾ ഒരു ഷുഗർ പേഷ്യന്റ് അല്ലേ? ദിവസം ഇൻസുലിൻ എടുക്കുന്നയാള്. അപ്പോ കുറച്ച് ഇൻസുലിൻ കൂടുതൽ കൊടുക്കാവുന്നേ. ഷുഗർ ഒരുപാട് താന്നു കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ. ആർക്കും ഒരു സംശയവും തോന്നാത്ത നല്ല ഒന്നാന്തരം കാർഡിയാക് അറസ്റ്റ്. ഇനിയൊരു 10 കൊല്ലം കൂടി തന്ത വേണമെന്ന് നിർബന്ധമുണ്ടോടി നിനക്ക്? ഇല്ല ചന്ദ്രുവേട്ടാ, കാര്യങ്ങളെല്ലാം നമ്മുടെ വഴിക്ക് നീങ്ങിയ മതി. ഒരു കാര്യം നീ ആദ്യം മനസ്സിലാക്കണം. കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ വഴിക്ക് വരത്തില്ല. പകരം കാര്യങ്ങളുടെ വഴിക്ക് നമ്മളൊരു വഴിവെട്ടിയുണ്ടാക്കണം. എന്തായാലും സീതേടത്തിയുടെയും കുട്ടിമണിയുടെയും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി തീരുമാനം വേണ്ടത് മാണിക്യമംഗലത്തെ മഹാദേവൻ തമ്പിയുടെ കാര്യത്തിൽ. അത് ഞാൻ ഏറ്റു.
ഹായ് മയിൽ, മൈ സ്വീറ്റി. മയിലമ്മ കുറെ പേപ്പർ കിട്ടുള്ളായി. കമ്മീഷൻ ഓഫീസിൽ പോയതായിരുന്നല്ലേ? അതെ, ശാരദാമ്മ മർഡർ കേസിന്റെ അന്വേഷണം വേഗത്തിലാക്കണമെന്ന് അപേക്ഷ കൊടുക്കാൻ. എന്നാലാവുന്ന തെളിവുകളൊക്കെ കൊടുക്കണ്ടേ? എന്റെ മനസ്സിലെ സംശയങ്ങളും സൂചനകളും ഒക്കെ ഞാൻ പറയും. നീ അപ്പോ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണല്ലേടി? വെട്ടി കീറിക്കളയും ഞാൻ. കൂൾ ശിവ, കൂൾ കൂൾ. ഞാൻ സംസാരിക്കാം മൈലമ്മയോട്. എന്താ മൈലമ്മ ഇത്? പൂമാതിരി ഒരു പൊണ്ണ്. എന്തിനാ ഇങ്ങനെ ഒരു ഫൗൾ പ്ലേ കളിക്കുന്നത്? ഞാൻ കളിക്കുന്നത് ഫൗൾ പ്ലേ ആണോന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു കാര്യം ഉറപ്പിച്ചു, ഈ കളിയിൽ ആദ്യത്തെ ഗോൾ നേടുന്നത് പഴനിമല മൈലമ്മയായിരിക്കും. ഫുട്ബോൾ കളിച്ച് ശീലമുള്ള ആളല്ല മൈലമ്മ ഞാൻ. തലപ്പന്ത് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചന്ദ്രുവിനെ സംബന്ധിച്ച് തല കൊണ്ടുള്ള കളി തന്നെയാണ്. എന്റെ തല ഉപയോഗിച്ച് വേറൊരാളുടെ തലയെടുക്കുന്ന കളി. ഇപ്പൊ തന്നെ ഈ നടുറോഡിൽ തടഞ്ഞു നിർത്തി എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത്. വയലോരം വീട്ടിലെ ശാരദാമ്മ മരിച്ചു മണ്ണടിഞ്ഞു കഴിഞ്ഞു. 6 അടി നീളമുള്ള കുഴിമാടത്തിലായി. അത് മൈലമ്മ വീണ്ടും കുത്തിമാന്തിയെടുത്ത് മറ്റുള്ളവരുടെ സ്വസ്ഥത കെടുത്താനായി നിൽക്കരുത്. ഒരമ്മയുടെ മരണം അത് ആരുടെ കൈകൊണ്ടാണെങ്കിലും അവൻ നിയമത്തിന്റെ മുന്നിൽ വരണം. അവന് ശിക്ഷ ലഭിക്കണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഞാൻ ചെയ്യും. എന്താ മൈലമ്മ, എല്ലാവരും മരിക്കില്ലേ? അത് അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും. പേറ്റുനോവിന് വിലയിടുന്നവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. പെറ്റമ്മയുടെ മുലപ്പാല് കുടിച്ചിട്ട് അതിന് വില പറയുന്ന നിന്നെപ്പോലുള്ളവന്മാരോട് അമ്മയുടെ മഹത്വവും പെണ്ണിന്റെ മാനത്തിന്റെ വിലയും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ എന്താടാ കരുതിയത്? പൊറുക്കി നായ. വഴിയിൽ തടഞ്ഞു നിർത്തി പേടിപ്പിച്ചു കളയാന്നോ? ഞാനങ്ങ് പേടിച്ച് ചുരുണ്ടില്ലാതായി പോവുന്നോ? മോനെ, ഇത് ജനുസ് വേറെയാ. കറക്റ്റാ ശിവ. ഇത് താൻ പൊണ്ണ്, പെൺപുലി. ഞരമ്പിലോടുന്ന ചോരയിൽ ഗൺ പൗഡറിന്റെ ഡിപ്പോസിറ്റ് ഉള്ള പെണ്ണ്. കണ്ടില്ലേ, തൊടുന്നതിന് മുമ്പേ നിന്ന് കത്തുന്നത്. ഇന്ന് ഞാൻ കമ്മീഷണർ ഓഫീസിൽ പോയി. അതുകൊണ്ട് നടപടി ഉണ്ടായില്ലെങ്കിൽ നാളെ ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കാണും. അതുമല്ലെങ്കിൽ വയലോരം വീട്ടിലെ കുട്ടിമണിയെയും ബാലണ്ണനെയും രവിയണ്ണനെയും കൂട്ടുപിടിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പന്തല് കെട്ടിയങ്ങ് സത്യാഗ്രഹം ഇരിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നീ പന്തൽ കെട്ടുമ്പോൾ ഞങ്ങൾ വയലോരം വീടിന്റെ മുമ്പിൽ വേറെ ഒരു പന്തലങ്ങ് കെട്ടും. അതിൽ നീണ്ടു നിവർന്ന് കിടക്കാനേ നീ ഉൾപ്പെടെ പലരും ഉണ്ടാവും. അതുകൊണ്ട് മൈലമ്മേ, വെറുതെ സിംഹത്തെ വേട്ടയാടി ജീവൻ കളയല്ലേ. നീ ഒരു തലയുള്ള സിംഹമാണെങ്കിൽ ഞാൻ കൂട്ടുപിടിച്ചിരിക്കുന്നത് 4 തലയുള്ള സിംഹത്തെയാ. മനസ്സിലായില്ലേ? നിയമത്തെ, ഇവിടത്തെ നീതിന്യായ വ്യവസ്ഥയെ, കോടതി. നിയമം കാക്കുന്ന സിംഹത്തിന്റെ 4 തലയ്ക്കും ഓരോരോ അർത്ഥങ്ങളുണ്ട്. പവർ, കറേജ്, കോൺഫിഡൻസ് ആൻഡ് പ്രൈഡ്. തെരീമാ? ഇവിടുത്തെ ഓരോ സാധാരണക്കാരന്റെയും അവകാശങ്ങൾക്ക് കാവൽ നിൽക്കുന്ന 4 സിംഹങ്ങൾ. എന്നാ പേച്ച്. ആദ്യം നിയമത്തിന്റെ വഴി. അല്ലെങ്കിൽ അങ്ങ് പഴനിമല അടിവാരത്തുണ്ട് ഒന്നാന്തരൻ ടീം. ടീം വേൽ. നിങ്ങളെയൊക്കെ പോലെ തന്നെ മൂർച്ചയുള്ള കത്തിയും കത്താബും വടിവാളും കൊണ്ട് നടക്കുന്ന ടീം. പിന്നെ നല്ല തീക്കനലിൽ ചുട്ടെടുത്ത നാടൻ കൈത്തോക്കൊക്കെ കൊണ്ട് നിയമം നടപ്പാക്കുന്നവർ. അവന്മാരിങ്ങ് വരും. മൈലമ്മ ഒന്ന് വിളിച്ചാ അവിടുന്ന് പറന്നിങ്ങ് വരും. എന്നിട്ടേ ദേ ഇവനെ കൊത്തിയെടുത്തങ്ങ് പറക്കും. നീ പറഞ്ഞല്ലോ എന്നെ അങ്ങ് വെട്ടി കീറിക്കളയൊന്ന്. എന്റെ ടീമിങ് വന്നാലേ പിന്നെ പടവാള് മാത്രമേ സംസാരിക്കൂ. ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നാലേ പിന്നെ നെഞ്ചത്ത് തയ്യൽ മെഷീനിട്ട് ഡോക്ടർമാർക്ക് തയ്ക്കേണ്ടി വരും. മുറിവുകളുടെ എണ്ണം തിട്ടപ്പെടുത്താനായിട്ട് മറ്റേ കാൽക്കുലേറ്റർ വേണ്ടിവരും. അതുകൊണ്ട് വരട്ടരുത്. ചന്ദ്രുബായ്, വയലോരം വീട്ടിലെ ശാരദാമ്മ മരിച്ചപ്പോ നിങ്ങൾ അവിടെയില്ല.
നിങ്ങൾ ഇടയ്ക്ക് വന്നൊരു കഥാപാത്രമാ. ശാരദാമ്മയുടെ മർഡർ കേസ് ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങി. അതിലാരൊക്കെ വീഴുമെന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. വയലോരം വീട്ടിലെ കുറെ പാവങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്ന് പട നയിക്കാൻ മയിലമ്മ അങ്ങ് തീരുമാനിച്ചു. അത് ചന്ദ്രസേനൻ എന്ന സിംഹത്തിനും ദേ ഈ നിൽക്കുന്ന കഴുതപുലിക്കും തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു. വരട്ടുമാ? പേര് കൊഞ്ചം ஞாபகம் വെച്ചോ. മയിൽ, പഴനിമല മയിലമ്മ. മനസ്സിൽ കല്ല് കൊത്തിയിട്ട പോലെ ഇരിക്കുകയാ നിന്റെ പേരും നിന്റെ രൂപവും. സൂക്ഷിച്ചു പോണം. ഒരു കാര്യം ഓർമ്മിച്ചോണം, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. വണ്ടി ഓടിക്കുമ്പോഴും തീരുമാനമെടുക്കുമ്പോഴും ഓവർ സ്പീഡ് പാടില്ല. ദാറ്റ്സ് ഡേഞ്ചറസ്. ബുള്ളറ്റുകൾക്ക് വേഗത്തിൽ സഞ്ചരിക്കാനേ കഴിയൂ. ഷാർപ്പ് ആൻഡ് സ്ട്രെയിറ്റ്. എനിവേ താങ്ക്സ്. ആ മായേ, ഒരു മേഴ്സി കുരിയും വരും. കുമാരപുരം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ തന്നെ ഉള്ളതാ. അതെ, മദ്യപിച്ച് വന്ന് ഭർത്താവ് ഉപദ്രവിക്കുന്നു എന്നൊരു പരാതി നമുക്ക് കിട്ടിയില്ലേ, ആ കേസ്. അവളുടെ ഭർത്താവിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പൻകുട്ടി സാർ അവിടെ ഉണ്ടെങ്കിൽ അയാളെ സാറിന്റെ മുന്നിലേക്കൊന്ന് വിടണം. സാറ് നന്നായിട്ടൊന്ന് വിരട്ടിക്കോളും. ശരി, ഓക്കെ. ഹലോ. യെസ്. Who are you? Who are you എന്ന് ചോദിക്കാതെ വാട്ട് യു വാണ്ട് എന്ന് ചോദിക്കും മാഡം. നീ ശിവയല്ലേ? ശിവപാണ്ഡ്യ പെരുമാൾ, മനസിജൻ മർഡർ അറ്റംപ്റ്റ് കേസിലെ പ്രതി. യെസ്, യു സെഡ് ഇറ്റ്. അതൊരു കേസ് മാത്രം. ഇനി അറിയുവാൻ എത്രയോ കേസുകൾ കിടക്കുന്നു. കേട്ടിട്ടില്ലേ കവി ചുള്ളിക്കാട് പാടിയത്? അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായിപ്പോയി. നിനക്കൊക്കെ ഇപ്പൊ എന്ത് വേണം? മാഡം, സർക്കിൾ ഇൻസ്പെക്ടർ മുംതാസ് ബീഗം ഈ മൊഞ്ചത്തിയുടെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനാ പടച്ചോനെ മുഖം കറപ്പിച്ച് സംസാരിക്കുന്നത്? ആളെന്തരോ നോക്കി ചീത്ത വിളിക്കും മാഡം. ഇത് ഡിവൈഎസ്പി ജയസേന സാറിന്റെ മോനാ, ചന്ദ്രസേന. അപ്പൻ ഡിവൈഎസ്പി ആണെന്ന് പറഞ്ഞ് മോന്റെ തോളത്ത് നക്ഷത്രങ്ങൾ കാണുവോ? വരട്ടാൻ വന്നതാണോ പോലീസ് കുഞ്ഞ്? തോളിൽ നക്ഷത്രവുമില്ല, തലയിൽ കൊമ്പുമില്ല, പക്ഷെ ഇടുപ്പിൽ ആയുധം കാണും എപ്പോഴും. ഒരു സെക്കൻഡിന്റെ 10-ലൊരംശം കൊണ്ട് അതെടുക്കാൻ എനിക്ക് കഴിയും, 100-ലൊരംശം കൊണ്ട് പ്രയോഗിക്കാനും. കോഴിക്കോടൻ വെള്ളരിവ പോലത്തെ ഈ ശരീരം അറേബ്യൻ അത്തർ പൂശി മഞ്ചപ്പെട്ടി കിടക്കും. പറഞ്ഞു തീരട്ടെ സർക്കിൾ സാറേ. കൊടകരക്കാരി മുംതാസ് ബീഗത്തിന്റെ ഭർത്താവ് ആക്സിസ് ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജർ. അദ്ദേഹത്തിന്റെ പേര് ഫിറോസ് അഹമ്മദ്. ഒരേ ഒരു മകൾ, 4 വയസ്സുകാരി പാത്തുമ്മ. ഈ 2 പേർക്കും കൂടി ഒരു ശവപ്പെട്ടി മതിയാകും അല്ലേ ശിവ? ഒരൊന്നൊന്നര പെട്ടി ഇരുന്നോട്ടെ ചന്ദ്രബായി. ചൂടുകാലമല്ലേ, വാപ്പയ്ക്കും മോക്കും കൂടെ ഒരു പെട്ടിക്കകത്ത് ഞെങ്ങിഞ്ഞെരി കിടക്കണ്ടേ? മിസ്റ്റർ, നിങ്ങളെന്താ എന്നെ ഭയപ്പെടുത്താണോ? ഭയപ്പെടുകയോ ഭയപ്പെടാതിരിക്കുകയോ അത് മാഡത്തിന്റെ സൗകര്യം. സൂര്യൻ ഉദിച്ചാലും ഉദിച്ചില്ലെങ്കിലും ചന്ദ്ര ചെയ്യാനുള്ള പണി കൃത്യമായിട്ട് നടത്തിയിരിക്കും. 38 ടിപ്പർ ലോറിയുണ്ട് മാണിക്യമംഗലത്ത്. അതിലൊരെണ്ണത്തിന്റെയെങ്കിലും ടയറുകൾ കയറിയിറങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോടി നിന്റെ കെട്ടിയോന്റെ വാരിയല്ലുകൾക്ക്? ഇത്രയും കാര്യം വിശദമായി പറഞ്ഞു. ഇനി മുംതാസ് ബീഗത്തിന് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, അനുസരിക്കേണ്ട കാര്യം, അതും കൂടെ പറഞ്ഞിട്ട് ഞാനങ്ങ് പോയേക്കാം. മയിലമ്മയെ സഹായിക്കരുത്. ശാരദാമ്മ മർഡർ കേസിന്റെ പുറകെ പോവുകയും ചെയ്യരുത്. പോയാൽ പോയാൽ
വയലിൻ വായിച്ച് കേൾക്കുന്നതിന്റെ സുഖം കാണില്ല ചാണക്കല്ലിൽ പിച്ചാത്തിരാകുമ്പോൾ. മാഡത്തെ സംബന്ധിച്ച് IPC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡ്. എന്നെ സംബന്ധിച്ച് IPC എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് പീനൽ കോഡ്. ചന്ദ്രു തീരുമാനിക്കും, ചന്ദ്രു നടപ്പിലാക്കും. ചന്ദ്രുവിന്റെ നാമം വാഴ്ത്തപ്പെടും. ദീർഘായുസുണ്ടാവാൻ പടച്ചവനോട് ഞാൻ പ്രാർത്ഥിക്കും. വരട്ടെ, വാ. ആ ഭായ്, എന്റെ ഭായ് ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെ? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. കഴിഞ്ഞ ദിവസം ഇതൊക്കെ ഞാൻ ഭായോട് പറഞ്ഞതല്ലേ. ഇപ്പൊ ഭായ് മനസ്സിനെ പാകപ്പെടുത്തുകയാണ് വേണ്ടത്. ഞാൻ എന്തു പറഞ്ഞ് എന്റെ മനസ്സിനെ പാകപ്പെടുത്തണം പിച്ചളെ? എന്തു പറഞ്ഞ്? ഇത്രയും ദിവസം മനസ്സിലൊരു പൊന്നൂല് കൊണ്ടുണ്ടാക്കിയ സ്വപ്നം മൊത്തം ഒരു തീക്കനൽ വന്ന് കത്തിക്കരിച്ചിട്ട് പോയെന്ന് ഞാൻ പറയണം? അതോ ഞാനും എൻ്റെ കുട്ടിമണിയും ചേർന്നുണ്ടാക്കിയ ഒരു മൺകൂടാരം ഒരു മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോയെന്ന് ഞാൻ പറയണോ? എന്ത് പറയണം? അത് പറ. ഭായ്, സ്വപ്നങ്ങളൊക്കെ അങ്ങനെ നമ്മൾ കരുതുന്ന പോലെ സത്യമാവണമെന്നില്ല. നമുക്ക് ആരെ പറ്റിയും സ്വപ്നം കാണാം. നമ്മുടെ കാമുകയെ പറ്റി സ്വപ്നം കാണാം, കാമുകനെ പറ്റി സ്വപ്നം കാണാം, മക്കളെ പറ്റി സ്വപ്നം കാണാം, അച്ഛനമ്മമാരെ പറ്റി സ്വപ്നം കാണാം, കൂട്ടുകാരെ പറ്റി സ്വപ്നം കാണാം. എൻ്റെ ഭായി, സ്വപ്നങ്ങളെന്ന് പറഞ്ഞ സ്വപ്നങ്ങൾ മാത്രം. അതെപ്പോഴെങ്കിലും യാഥാർത്ഥ്യത്തിൽ വന്നൂന്ന് വരാം, ഇല്ലാന്നും വരാം. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളാന്നുള്ള യാഥാർത്ഥ്യത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. എനിക്കങ്ങനെയൊന്നും ആലോചിക്കാൻ കഴിയില്ല പിച്ചളെ. എൻ്റെ കുഞ്ഞുമണിയെപ്പറ്റി ഞാനും എൻ്റെ കുട്ടിമണി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. അവള് വളരുന്നത്, അവളെ കൈകളിലെടുത്ത് നടക്കുന്നത്, അവള് കമിഴ്ന്ന് വീഴുന്നത്, അവള് മുട്ടുകാലിൽ എഴയുന്നത്, അവള് പിച്ച വയ്ക്കുന്നത്, അവൾ അച്ഛ എന്ന് വിളിക്കുന്നത്, അമ്മ എന്ന് വിളിക്കുന്നത്. പിച്ചളയ്ക്കറിയോ, കുഞ്ഞുമണി പിറക്കുന്നതോടെ എൻ്റെ കുട്ടിമണിക്ക് ബുദ്ധി കിട്ടുമെന്ന് വരെ ഞാൻ പ്രതീക്ഷിച്ചു. അത്യാഗ്രഹമായിരിക്കാം, എങ്കിൽ പോലും ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചു പോയി. അവളുടെ മുന്നിൽ അവളെക്കാളും ചെറിയൊരു കുഞ്ഞു വരുമ്പോ അമ്മയാണെന്നുള്ളൊരു ബോധ്യമുണ്ടെന്ന് കരുതി അവൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചു. ആ വിശ്വാസം എല്ലാം പോയി. ഇനി മയക്കത്തിൽ നിന്ന് എൻ്റെ കുട്ടിമണി ഉണരുന്നത് ഏത് ലോകത്തേക്കാണെന്ന് എനിക്കറിയത്തില്ല. പിച്ചളയ്ക്ക് അതേപ്പറ്റി എന്തെങ്കിലും തോന്നലുണ്ടോ? ഭായി, എനിക്കിപ്പോഴും നിങ്ങളോട് പറയാനുള്ളത് പഴയ ഒരു വാചകം തന്നെ. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും നമ്മൾ മോഹിക്കരുതെന്ന്. മക്കള് ജനിച്ചാ ജനിച്ചു, വളർന്നാ വളർന്നു, മാമ്പൂ നിന്നാ നിന്നു, കൊഴിഞ്ഞാ കൊഴിഞ്ഞു. അത്രയേ ഉള്ളൂ ഭായി. അതല്ലാതെ പിന്നെയും പിന്നെയും ഓർത്ത് കരഞ്ഞിട്ടും ദുഃഖിച്ചിട്ടും എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പൊ ഭായി ചിന്തിക്കേണ്ടതും ഭായിയുടെ മനസ്സ് വഴി തേടേണ്ടതും ഒറ്റ കാര്യത്തിനാണ്. എങ്ങനെ കുട്ടിമണിയുടെ മനസ്സിന് ധൈര്യം പകരാന്ന്, എങ്ങനെ കുട്ടിമണിയോട് ഈ കാര്യം പറയാന്ന്. വയലോരം വീട്ടിലൊരു കുഞ്ഞ് വന്നതിൻ്റെ സന്തോഷത്തിലാ മറ്റുള്ളവരൊക്കെ. കുട്ടിമണിയുടെ കുഞ്ഞ് മരിച്ചതിൽ അവർക്കൊക്കെ ദുഃഖമുണ്ട്. ചിലപ്പോൾ ചിലരുടെ മനസ്സിലെങ്കിലും ഒരാശ്വാസം ഉണ്ടാവും. ഭായി എന്താ പറഞ്ഞത്? ആശ്വാസോ? ഭായി, ഞാനൊരു ലോകതത്വം പറഞ്ഞു എന്നുള്ളൂ. കുട്ടിമണിയെ പോലൊരാൾക്ക് കുഞ്ഞുണ്ടാവണോ വേണ്ടേന്ന് ചിന്തിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. പുറമെ അങ്ങനെയൊന്നും കാണിക്കില്ല എന്നുള്ളൂ. കുട്ടിമണിയെപ്പോലെ ആ കുഞ്ഞ് നാളെ ഒരു ഭാരമാവരുതെന്ന് കരുതുന്നവരും ഉണ്ടാവും. ഏയ്, അങ്ങനൊന്നുമില്ല ഭായി. വയലരം വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാ കുഞ്ഞുമണി ഉണ്ടാവുന്നത്. പിന്നെ മതികല, അവക്ക് മാത്രം. അതെന്നോടുള്ള വൈരാഗ്യം കൊണ്ടാ. അവളുടെ പ്രണയവും അവളുടെ സ്നേഹവും അവളുടെ ആഗ്രഹങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് ഞാൻ കുട്ടിമണിയെ സ്നേഹിച്ചതുകൊണ്ടുള്ള പ്രതികാരം. കുട്ടിമണിയിൽ എനിക്കൊരു കുഞ്ഞു പറക്കരുതെന്നുള്ള വാശി. അതുകൊണ്ട്
അവൾ ഉള്ളാലെ സന്തോഷിക്കുന്നുണ്ട്. അതെനിക്കറിയാം. അതെന്തോ ആവട്ടെ, ബാ ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യം ഒന്നേ ഉള്ളൂ. കുട്ടിമണിയോട് എങ്ങനെയെങ്കിലും ഈ വിവരം പറയുക. ഒറ്റയടിക്ക് പറയണമെന്ന് ഞാൻ പറയില്ല. കുഞ്ഞുമണി വരുമെന്നും കുഞ്ഞുമണിയെ ഡോക്ടർമാരെങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പതിയെ പതിയെ കുഞ്ഞുമണി എന്ന മോഹത്തെ കുട്ടിമണിയുടെ മനസ്സിൽ നിന്ന് ബായ് എങ്ങനെയെങ്കിലും തുടച്ചു കളയണം. എന്താ പിച്ചളെ, അങ്ങനെ ആ മോഹം തുടച്ചു കളയുന്നതിലും ഭേദം അവളുടെ ജീവനം എറുത്ത് കളയാൻ പിച്ചള പറയുന്നതായിരുന്നു. അവളുടെ മനസ്സിൽ നിന്ന് അതൊന്നും മായത്തില്ല പിച്ചളെ, ഒരിക്കലും മായത്തില്ല. കാരണം അവളുടെ ഓരോ ചിന്തകളിലും നിറഞ്ഞു നിന്നത് കുഞ്ഞുമണിയായിരുന്നു. കുഞ്ഞുമണി മാത്രമായിരുന്നു. അവളെ തോൽപ്പിച്ച് ലോകത്തിന് മുന്നിൽ കുഞ്ഞുമണിയിലൂടെ ജയിക്കണമെന്ന് അവൾ കരുതി. അതെനിക്ക് തിരിച്ചറിയാൻ പിച്ചളെ. അവളുടെ ബുദ്ധി കുറഞ്ഞ മനസ്സിൽ അവൾക്ക് അത്രത്തോളം വലിയ വാശിയായിരുന്നോണ്ടാ അവളെന്ന് പറഞ്ഞത്. കുഞ്ഞുമണിയെ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ അവൾക്കും സ്കൂളിൽ ചേരണമെന്ന്, അവൾക്കും കുഞ്ഞുമണിക്കൊപ്പം ഇരുന്ന് പഠിക്കണമെന്ന്. മണ്ടി എന്ന് പറഞ്ഞ ലോകത്തോട് ഒരമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതികാരം അതല്ലായിരുന്നു പിച്ചളെ. സ്വന്തം കുഞ്ഞിന്റെ കൈ പിടിച്ചോണ്ട് വളരുക. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവനാ ഞാൻ. കുഞ്ഞിനാളിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. പ്രാണനെ പോലെ ഓമനിച്ച് വളർത്തിയ പെങ്ങള് നഷ്ടപ്പെട്ടു. സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടു. പഠിത്തം നഷ്ടപ്പെട്ടു. ആകെ എന്റെ ജീവിതത്തിൽ ഒരു മിന്നാമിനിങ്ങിന്റെ കുഞ്ഞു വെട്ടം പോലെ വന്നു കയറിയോളാ കുട്ടിമണി. അത് മിന്നാമിനിങ്ങിന്റെ വെളിച്ചമല്ല, ഒരു പൊന്നിൻ തിളക്കമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലേ പിച്ചളെ ഞങ്ങളുടെ കുഞ്ഞ്. ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇല്ലാതായില്ലേ? ഇനി എന്ത് പ്രതീക്ഷയാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്? ഇനി ആർക്ക് വേണ്ടി ജീവിക്കാനാ? ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് ബായ്. പ്രേമിച്ചവൾ ഒരു രാത്രി കൊണ്ട് ഇടനെഞ്ചിൽ ആഴത്തിലൊരു കുത്തും കുത്തി കടന്നു പോയപ്പോ ഞാനും ചിന്തിച്ചതാ ബായ് ഇങ്ങനെയൊക്കെ. എന്നിട്ട് ഞാൻ ജീവിച്ചില്ലേ? ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചില്ലേ? ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നില്ലേ? ബായ്ക്ക് ഒന്നുമില്ലെങ്കിലും ചേർത്ത് പിടിച്ചൊന്ന് കരയാൻ കുട്ടിമണിയെങ്കിലും ഇല്ലേ? അപ്പ പിന്നെ എന്ത് പേടിക്കാനാ ബായ്? കുട്ടിമണിക്ക് ധൈര്യം കൊടുക്കുക. ഒരു കുഞ്ഞുമണിയെ ദൈവം എടുത്തു. ജീവിതത്തിൽ ഇനി ഒരുപാട് കുഞ്ഞുമണിമാരെ ദൈവം തരുമെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അതാ വേണ്ടത് ബായ്. അങ്ങനെ കുട്ടിമണിക്ക് ധൈര്യം കൊടുക്കണം. ഇത് കുടിക്ക് ബായ്. ഇത്തിരി ചൂടുവെള്ളമെങ്കിൽ അകത്ത് ചെല്ലട്ടെ. ഇങ്ങനെ നിന്നടത്ത് നിന്ന് നീറി നീറി ഒടുങ്ങിപ്പോയ ബായ് ഒരു കാര്യം ഓർക്കണം. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പോലും കുട്ടിമണി ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ അനാഥയാണ്. അപ്പൊ പിന്നെ നിങ്ങളും കൂടി ഇല്ലാതായാലോ? കുഞ്ഞുമണി എന്ന സ്വപ്നം ഇല്ലാതായ കുട്ടിമണിക്ക് മനസ്സജനം കൂടി അങ്ങോട്ട് ഇല്ലാതായാലോ? അതിലും ഭേദം ഈ അവസ്ഥയിൽ അതിനെ അങ്ങോട്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലണല്ലേ? ഇതങ്ങോട്ട് കുടിക്ക് ബായ്. ബാലേട്ടനോടും രവിയേട്ടനോടും നമുക്ക് ചോദിക്കാം. എല്ലാരോടും ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാം. എങ്ങനെ കുട്ടിമണിയെ ഈ വിവരം അറിയിക്കാം? എടുത്തു ചാടി ഒന്നും പറയണ്ട. മനസ്സിന് താങ്ങാവുന്ന രീതിയിൽ പതുക്കെ പതുക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക്. കുട്ടിമണി ഒരാഴ്ചയും കൂടി ഇവിടെ കിടന്നാലും കുഴപ്പമില്ല. ആലോചിച്ചൊരു തീരുമാനം എടുത്താ മതി ബായ്. ആരുമില്ലെന്നൊരു തോന്നല് വേണ്ട ബായ്. കര മുഴുവൻ കടലെടുത്തു പോകുമ്പോഴും ചവിട്ടി നിൽക്കാൻ ഒരു തരി മണ്ണും പിടിച്ചു നിൽക്കാൻ ഒരു വേരും കാണും. അത്രയെങ്കിലും ബാക്കി വയ്ക്കാതെ ദൈവം കൊണ്ടുപോകത്തില്ല ബായ്.
ബാലേട്ടാ. സിജ, കുട്ടിമണി ഉറക്കം തന്നെ. ഉറക്കമൊന്നും പറയാൻ പറ്റത്തില്ല. മയക്കം. പാവത്തിന് മയക്കി കിടത്തിയിരിക്കല്ലേ. സീതയെടുത്തിയും കുഞ്ഞുമൊക്കെ സുഖമായിരിക്കുന്നു? ആ, സുഖമായിരിക്കുന്നു. ഒരു കുഞ്ഞു വരുമ്പം നമ്മൾ ഒരുപാട് മാറിപ്പോകുമെന്ന് പറയുന്നത് സത്യമാ സിജ. ഇപ്പോ സീതയോടും മറ്റാരോടും ഒന്ന് ദേഷ്യപ്പെടാൻ പോലും തോന്നുന്നില്ല. ഇനിയിപ്പോ അവര് നമ്മളെ ദേഷ്യം പിടിപ്പിക്കാനായി എന്തെങ്കിലും കാണിച്ചാൽ തന്നെ അങ്ങോട്ട് ക്ഷമിക്കാൻ തോന്നുവാ. ഒരു കുഞ്ഞിന്റെ പുഞ്ചിരിക്ക് ഒരുപാട് പേരെ മാറ്റിമറിക്കാൻ കഴിയുമല്ലേ? ആ, നേരെ ബാലേട്ട. ഞങ്ങളുടെ കുഞ്ഞിന്റെ ചിരി കൊണ്ട് നമ്മുടെ കുട്ടിമണി പുതിയൊരു ലോകത്തേക്കും പുതിയൊരു ജീവിതത്തിലേക്കും വരുമെന്ന് വിശ്വസിച്ചവരല്ലേ നമ്മളെല്ലാവരും. ഞാനിപ്പോ അത് പിച്ചലോട് പറയുമായിരുന്നു. മകളെ കണ്ട് മിടുക്കിയാവുന്നൊരു അമ്മയായനെ നമ്മുടെ കുട്ടിമണിയെന്ന്. പക്ഷെ ആ ഒരു ഭാഗ്യം ദൈവം കൊടുത്തില്ല കുട്ടിമണിക്ക്. സിജൻ വിഷമിക്കരുത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടിട്ടില്ലേ? അതിലൊന്നായിട്ട് ഇതിനെയും കണ്ടാൽ മതി. ഇനി എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വലിയ കടമ്പ ഈ കാര്യം എങ്ങനെ കുട്ടിമണിയോട് പറയൂ എന്നുള്ളതാ. പറയണ്ടേ ബാലേട്ടാ? അവളെ അറിയിക്കണ്ടേ? അറിയിക്കാതെ പിന്നെ കണ്ണ് തുറക്കുമ്പോൾ അവൾ ചോദിക്കുന്നത് കുഞ്ഞുമണി ആയിരിക്കില്ലേ? അവളുടെ കുഞ്ഞിനെ പറ്റി നമ്മൾ എന്തു പറയും? കുഞ്ഞ് ജനിച്ചില്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാലും എത്ര നാൾ പറഞ്ഞു നിർത്താൻ പറ്റും? അല്ലെങ്കിൽ തന്നെ അതൊക്കെ വലിയ മണ്ടത്തരമല്ലേ? നാളെ എല്ലാവരും ചേർന്ന് അവളെ പറ്റിച്ചെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് താങ്ങാനുള്ള കരുത്ത് അവൾക്കുണ്ടാവില്ല. എന്ത് സംഭവിക്കുമെന്നറിയത്തില്ല. ബാലേട്ട, ഞാനിപ്പോൾ ബാലേട്ടനോട് ചോദിക്കുക, എന്താ വേണ്ടത്? ഞാൻ എന്ത് ചെയ്യണം? എവിടെ നിന്നെങ്കിലും ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കുഞ്ഞുമണിയാണെന്ന് പറഞ്ഞ് കുട്ടിമണിക്ക് കൊടുക്കാമെന്നാ പിച്ചള പറയുന്നു. അതൊക്കെ നടക്കുന്ന കാര്യമാണ് സിജ. സ്വന്തം കുഞ്ഞിനെ ആരെങ്കിലും കൊടുക്കുവോ? ഇല്ല, എനിക്കറിയാം. ബാലേട്ടനാണെങ്കിൽ പോലും തരത്തില്ലെന്നറിയാം. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല സിജ. ലോകത്തിലെ ഏതമ്മയാ നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്? കുഞ്ഞുങ്ങളെ വിൽക്കുന്ന അമ്മമാരെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ തട്ടിയെടുത്ത് കച്ചവടം നടത്തുന്ന ആളുകളെ പറ്റിയും കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ മനസ്സോടെ ലോകത്തിലെ ഒരമ്മയും ഒരച്ഛനും സ്വന്തം കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൊടുക്കത്തില്ല. അതിപ്പോ വളർത്താൻ എത്ര ഗതിയില്ലെങ്കിലും, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലെങ്കിലും, കൊന്നാലും ആത്മഹത്യ ചെയ്താലും സ്വന്തം കുഞ്ഞുങ്ങളെ ആർക്കും കൊടുക്കത്തില്ല. അതൊക്കെ എനിക്കറിയാം. അല്ലെങ്കിലും എവിടെ നിന്നെങ്കിലും തട്ടിയെടുത്തതോ മോഷ്ടിച്ചതോ ആയ കുഞ്ഞിനെ ഞങ്ങൾക്കും വേണ്ട. മറ്റൊരാളുടെ കണ്ണീര് വീണൊരു കുഞ്ഞിനെ വളർത്തി അങ്ങനൊരു ശാപം കൂടി ഞാൻ വരുത്തി വയ്ക്കണോ ബാലേട്ട? അല്ലെങ്കിൽ തന്നെ ഞങ്ങളെ സ്വപ്നം കണ്ട ഞങ്ങളുടെ കുഞ്ഞുമണിക്ക് പകരാവോ വേറൊരു കുഞ്ഞ്? സിജ, ഒരെത്തും പിടിയില്ലാതെ ഇങ്ങനെ ചിന്തിച്ചറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിവരങ്ങൾ കുട്ടിമണി അറിയണം. അവളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യണം. പിന്നെ കുട്ടിമണിക്ക് തൽക്കാലം ഓമനിക്കാനും കൊഞ്ചിക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ ഞങ്ങളുടെ കുഞ്ഞുണ്ടല്ലോ. അപ്പോ അതിനെ കാണുമ്പോൾ കുട്ടിമണിയുടെ സങ്കടമൊക്കെ മാറും. എൻ്റെ മനസ്സിലും അങ്ങനൊരു ചെറിയ പ്രതീക്ഷയുണ്ട് ബാലേട്ട. നിങ്ങളുടെ കുഞ്ഞിനെ കാണുമ്പോൾ കുറച്ചൊക്കെ ആശ്വാസം കിട്ടുമായിരിക്കും. എന്തായാലും സിജൻ ഡോക്ടറോടൊന്ന് ചോദിക്കണം. ഡോക്ടർക്ക് അറിയാൻ പറ്റുമല്ലോ കുട്ടിമണിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെപ്പറ്റി. ഡോക്ടർ പറയുന്നത് കൂടി കേട്ടിട്ട് തീരുമാനിച്ചാൽ മതി കാര്യങ്ങൾ. ആ, ഞാനെന്നാ മുറിയിലോട്ട് ചെല്ലട്ടെ. എപ്പോഴും കുഞ്ഞിൻ്റെ അടുത്ത് ഇരിക്കണമെന്ന് കൊതിയാ. ബാലേട്ടൻ പൊയ്ക്കോ. ഞാൻ കുട്ടിമണി അടുത്ത് പോയിരിക്കട്ടെ. കുട്ടിമണി എപ്പോഴും മയങ്ങിക്കിടക്കുന്നുണ്ടാ സിജ. ഞങ്ങളാരും അങ്ങോട്ട് വരാത്തത്. വേറെയൊന്നും വിചാരിക്കരുത്. ഒന്നുമില്ല ബാലേട്ട, അവളുടെ അടുത്തിരിക്കാൻ ഞാനില്ലേ. എനിക്ക് വേറെന്താ ജോലി? പിന്നെ എനിക്കെപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ഇപ്പോൾ എൻ്റെ കുഞ്ഞുമണിയും അവളല്ലേ.
ആരാ? ഞാനിവിടുത്തെ സിസ്റ്ററാ മോളെ. സിറ്ററോ? ഏത് സിറ്ററാ? എന്ത് സിറ്ററാ? മനുഷ്യ എന്തേ? എനിക്ക് മനുഷ്യനെ കാണണം. കുഞ്ഞാണി വയറ്റിനിറങ്ങി നടന്നു പോയോ? എങ്ങോട്ടാ പോയേ? എന്റെ അടുത്ത് നീച്ചണോന്ന് ഞാനോട് പറഞ്ഞല്ലേ, പിന്നെ എങ്ങോട്ട് പോയി? കുഞ്ഞുമണിയോ? അതാരാ? ഈ മണ്ടി സിറ്ററിന് ഒന്നും അറിയത്തില്ല. കുഞ്ഞുമണി എന്ന് പറഞ്ഞാലേ എന്റെ മനുഷ്യന്റെ മോളാ. അവളെ എന്റെ വയറ്റിലുണ്ടായിരുന്നു. അതോ? അത് ഡോക്ടറിന്റെ അടുത്തുണ്ടാവും. ഈ ഡോക്ടറിന്റെ അടുത്ത് സിറ്ററിന്റെ അടുത്ത് ഒന്നും പോയാ പറ്റൂല. എന്റെ കുഞ്ഞാവാ എന്റെ തന്നെ ഇരിക്കണം. ഞാൻ ഇതുവരെ കണ്ടില്ല. അതെ, ശരിക്കും മുടി ഉണ്ടായിരുന്നോ? രണ്ടായിട്ട് പിന്നെ ഇട്ടേച്ചുവായിരുന്നോ? റിബൺ ഉണ്ടായിരുന്നോ? പൊട്ട ഉണ്ടായിരുന്നോ? ചുവന്ന പൊട്ടായിരുന്നോ? കറുത്ത പൊട്ടായിരുന്നോ? ഞാന് മോളുടെ ഹസ്ബൻഡിനെ വിളിക്കാം. ആരെ? വൈഫിന് ബോധം തെളിഞ്ഞു. അങ്ങോട്ട് ചെല്ല്, കുഞ്ഞിനെ തിരക്കുന്നുണ്ട്. മനുഷ്യ എവിടെയായിരുന്നു? അതെ, ഞാനേ ഭയങ്കര ഉറക്കായിരുന്നു കേട്ടോ. അങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ ഒങ്ങി കിടക്കുമ്പേ ഞാന് മനുഷ്യനെ സ്വപ്നം കണ്ടു. കുഞ്ഞാണിയെ സ്വപ്നം കണ്ടു. ഞാൻ സ്വപ്നം കാണുവാണേ മനുഷ്യനെ, കുഞ്ഞുമണിയെ ഞാൻ കാണാതെ എന്റെ അടുത്തുനിന്ന് എടുത്തോണ്ട് പോണത്. മനുഷ്യ എന്റെ അടുത്ത് നിന്നാണേ കുഞ്ഞുമണിയെ എടുത്തോണ്ട് പോയായിരുന്നോ? കുട്ടു, അങ്ങനെ കുഞ്ഞുമണിയെ ആരും കുട്ടിമണിയുടെ അടുത്തുനിന്ന് എടുത്തിട്ടില്ല. എന്റെ അടുത്തുനിന്ന് എടുത്തില്ലാന്നോ? കള്ളം പറയുന്നോ? എന്റെ അടുത്തുനിന്ന് കുഞ്ഞിനെ എത്തില്ലെങ്കിൽ കുഞ്ഞാൻ എന്റെ അടുത്ത് കാണുന്നുണ്ട്. കുട്ടു, അത് കുഞ്ഞുമണി ഉണ്ട്, ഡോക്ടറുടെ അടുത്തുണ്ട്. കുഞ്ഞാൻ എന്തിനാ ഡോക്ടറെ അടുത്ത് കൊണ്ട് വെച്ചേക്കുന്നത്? ഡോക്ടറിന് വേറെ കുഞ്ഞുങ്ങളില്ലേ കാണാനായിട്ട്? കുഞ്ഞുവാണി എന്റെ അല്ലേ, മനുഷ്യന്റെ കുഞ്ഞുവാണിയല്ലേ? നമ്മുടെ കുഞ്ഞുവാണി നമ്മുടെ കൂടെ അല്ലേ കാണണ്ടേ? ഡോക്ടർ എന്തിനാ അവിടെ കൊണ്ട് വെച്ചേക്കുന്നത്? എനിക്ക് എന്റെ കുഞ്ഞാനെ ഇപ്പൊ കാണണോ? അതല്ല കുട്ടു, ഡോക്ടർക്കേ കുഞ്ഞുമണി ഒന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. വല്ല പനിയോ മറ്റോ ഉണ്ടോ എന്ന് നോക്കണമെന്ന്. പനിയോ? എന്റെ കുഞ്ഞു പനിച്ചോ? അതെങ്ങനെ പനി വരും? എന്റെ വയറ്റിലല്ലേ കുഞ്ഞുമണി കിടന്നേ. അവള് മഴ കൊണ്ടിട്ടില്ല, വെയിൽ കൊണ്ടിട്ടില്ല, ആട്ടിച്ചാടിയിട്ടില്ല, മൂക്കില് വെള്ളം കയറിയിട്ടില്ല, പിന്നെ തലമുറി നനഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ പനി വരും മനുഷ്യ? അതല്ല കുട്ടു, കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവര് വേറെ ലോകത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് വരികയല്ലേ. അപ്പോൾ അവരെ നല്ല ഡോക്ടർമാർ പരിശോധിക്കണം. എനിക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ ശമാരിച്ചല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വേറെ ലോകത്ത് നിന്ന് ഭൂമിയില് കുണ്ടം. ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞുമണി എവിടെയെന്ന് പറ. ഞാൻ പറഞ്ഞില്ലേ കുട്ടു, കുഞ്ഞുമണിയെ ഡോക്ടർ പരിശോധിച്ചിട്ട് ഇപ്പം കൊണ്ടുവരും. അതുവരെ കുട്ടു ഉറങ്ങ്.
ഉറക്കം. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. പക്ഷെ എനിക്ക് കുഞ്ഞുമനെ കാണുന്ന മനുഷ്യ. കുഞ്ഞുമണിയെ ഞാൻ പോയിട്ട് കൊണ്ടുവന്ന് കാണിക്കാം. മനസ്സിനല്ലേ പറയുന്നത്. അതുവരെ എന്റെ പൊന്നു കുട്ടൊന്ന് ഉറങ്ങിക്കേ. മനുഷ്യ, പിന്നെ നമുക്ക് കുഞ്ഞു നല്ലൊരു പേരും കൂടി കണ്ടുവച്ചണം. അമ്മമ്മയിൽ പറഞ്ഞാന്നേ കുഞ്ഞുമണി ഉണ്ടാവുമ്പോ നല്ല പേരും കൊണ്ട് വരാന്ന്. അമ്മമ്മയിലെ നല്ല പേരും കൊണ്ട് ഇതുവഴി അങ്ങനെ വന്നെന്ന മനുഷ്യ. ഇല്ല, വന്നില്ല. വന്നില്ലേ? നമുക്കേ നല്ല പേരൊക്കെ കണ്ടുപിടിക്കാം. ഇപ്പൊ കുട്ടു ഉറങ്ങ. ഞാൻ ഉറങ്ങിയാലേ എന്റെ മനസ്സിലും മൊത്തം കുഞ്ഞുമണിയാ. മനുഷ്യ പുത്ത ഉടുപ്പൊക്കെ വാങ്ങിച്ചോ? അവളെ പഴയ ഉടുപ്പൊന്നും ഇടത്തില്ല. എന്റെ വീട്ടല്ല. ഞാൻ രാജകുമാരിയല്ലേ. അപ്പൊ അവളാരാ? രാജകുമാരിയുടെ മോളുമാരി. അപ്പൊ രാജകുമാരിയുടെ മോളുമാരി പഴയതിരുവോ? ഇല്ല, ഇടത്തില്ല. ഞാൻ പുത്തനുടുപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കുഞ്ഞുമണി വരുമ്പോ നമുക്ക് ഇടിയിക്കാം. ഇപ്പൊ എന്റെ കുട്ടു ഉറങ്ങിക്കേ കേട്ടോ. ഞാനുറങ്ങാം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. പക്ഷെ ഞാൻ ഉണരുമ്പോ എന്റെ കുഞ്ഞുമണിയെ കാണണം കേട്ടോ. ഞാനത് ചെയ്യാം സാർ. ഇല്ലില്ല, സർജറിയുടെ തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അവരുടെ BP ലെവലാവണം, ഷുഗർ നോർമലാവണം. അതൊക്കെ നോക്കണം. അല്ലാതെ ഒരാളെ കിട്ടുന്ന പാടെ കത്തിവെക്കാനാവില്ലല്ലോ. എനിക്കറിയാം സാർ. സാറിന്റെ കെയർ ഓഫിൽ വന്നതുകൊണ്ട് ഒരു എക്സ്ട്രാ കെയർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ കാര്യത്തില് സാറിന് പേടി വേണ്ട. അസുഖം പൂർണ്ണമായും ഭേദമായിട്ടേ ഇവിടുന്ന് വിടുന്നുള്ളൂ. ഓക്കെ സാർ. എന്തൊരു കഷ്ട ഇത്. ഇവിടെ വന്ന പാടെ അസുഖം മാറ്റിവിടാൻ ഇവിടെ ഇരിക്കുന്നവര് മന്ത്രവടിയും കൊണ്ടിരിക്കുന്ന മാജിക്കാരാണോ? മരുന്ന് കൊടുത്താൽ അത് കഴിക്കണം, അത് ശരീരത്തിൽ പിടിക്കണം, സർജറിക്ക് വേണ്ട ആരോഗ്യ ഉറപ്പ് വരുത്തണം, അതിന് തീയതി നിശ്ചയിക്കണം, അത് നടത്തണം. വിജയിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിന്റെ കയ്യിലാ. ഇതിപ്പോ നേരം വെളുക്കുമ്പോ മുതൽ എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? ആരാ ഡോക്ടറെ? ആ സി വാർഡിലെ ദിവാകരനില്ലേ, കോൺട്രാക്ടർ, അയാൾക്ക് വേണ്ടിയാ വിളിക്കുന്നതേ എന്റെ ഹസ്ബൻഡിന്റെ ഒരടുത്ത സുഹൃത്താ. അങ്ങേര് PWDയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാ. അങ്ങേരാ അയാളെ ഇങ്ങോട്ട് പറഞ്ഞുവിട്ടത്. അതിപ്പോ എനിക്ക് കുരിശായി. അവരോട് ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ പറയും. പിന്നെ എന്തെങ്കിലും വേറെ സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. അല്ലാതെ നിങ്ങൾ ചാടിക്കയറി ചികിത്സിക്കാനൊന്നും പോവണ്ട. ഇല്ല ഡോക്ടർ. ശരി. ഡോക്ടറെ, കുട്ടിമണിയുടെ ഹസ്ബൻഡ് ഇരിക്കൂ. കുട്ടിമണി ഉണർന്നോ? ഉണർന്നു. ഉണർന്നോ? സംസാരിച്ചോ? സംസാരിക്കുകയും ചെയ്തു. അവള് ചോദിച്ചത് ഒരൊറ്റ കാര്യമാണ്, കുഞ്ഞെവിടെയെന്ന്. ഞാൻ എന്ത് മറുപടി പറയും? എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു ഡോക്ടർ. കുഞ്ഞുമണി ഇല്ലെന്നറിയുമ്പോ അവൾ എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല ഡോക്ടർ. മനസ്സിജൻ ഇപ്പൊ എന്താ വൈഫിനോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞു കുഞ്ഞുമണി ഡോക്ടറിന്റെ അടുത്താണെന്ന്, പനി നോക്കാനും കുളിപ്പിക്കാനും ഒക്കെ കൊണ്ടുപോയിരിക്കുകയാണെന്ന്. എന്റെ അടുത്താന്ന് പറഞ്ഞോ? അല്ലാതെ പിന്നെ ഞാൻ എന്തു പറയും ഡോക്ടർ? വേറെ ആരുടെ അടുത്തെന്ന് പറഞ്ഞാലും കുഞ്ഞിനെ കാണണമെന്ന് അവൾ പറയും, വാശി പിടിക്കും.
ഡോക്ടറുടെ അടുത്താണെന്ന് പറയുമ്പോൾ വിശ്വസിക്കും. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നാലും നാളെ എന്തു പറയും? നാളെയും കുഞ്ഞ് എന്റെ അടുത്താന്ന് പറയാൻ പറ്റുമോ? അത് പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും ഡോക്ടർ? ഞാൻ എന്ത് ചെയ്യണം? ഡോക്ടർ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് എന്താ മനസ്സിലാ കാര്യം? ജനനവും മരണവും ജീവിതത്തിലെ 2 സത്യങ്ങളാ. കുഞ്ഞ് മരിച്ചു എന്നുള്ളത് റിയാലിറ്റി. അത് മനസ്സിന് സഹിച്ചില്ലേ? അപ്പൊ കുട്ടിമണി ഇതറിയുമ്പോ എന്തുണ്ടാവുമെന്ന് ഭയക്കാതെ അതിനെ നേരിടണം. ഡോക്ടർ പറയുമ്പോൾ അത് എളുപ്പം കഴിഞ്ഞു. ഇതിന്റെ പേരിൽ കുട്ടിമണിക്ക് എന്തെങ്കിലും സംഭവിച്ചാ എനിക്കത് താങ്ങാനാവില്ല. അതുകൊണ്ടാ. കുഞ്ഞുങ്ങളുടെ മനസ്സാണ് കുട്ടിമണിക്കെന്ന് അറിയാം. അതുകൊണ്ട് എല്ലാം താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല. പക്ഷെ മനസ്സിൻ തന്നെയല്ലേ പറഞ്ഞത്, അച്ഛൻ മരിച്ചതും അമ്മ മരിച്ചതും അതിന്റെ പിന്നിലെ പ്രശ്നങ്ങളും എല്ലാം അതിജീവിച്ചവളാണ് കുട്ടിമണിയെന്ന്. അതുകൊണ്ട് വിവരം കുട്ടിമണി അറിയുന്നതാണ് നല്ലതെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടിമണി എന്ന പേഷ്യന്റിന്റെ പ്രസവം കഴിഞ്ഞു, കുഞ്ഞും മരിച്ചു. അത് നിങ്ങളെ അറിയിച്ചു, അവിടെ തീർന്നു. കുട്ടിമണിയുടെ ശാരീരിക പ്രശ്നങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. മാനസിക നിലയൊക്കെ ശരിയായി നോക്കേണ്ടത് ഭർത്താവായ നിങ്ങളും ബന്ധുക്കളും ഒക്കെയാ. പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല അറിയിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ. എന്തായാലും നിങ്ങളായിട്ട് ഡിസിഷൻ എടുക്കേണ്ട കാര്യമാണ്. വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ ഒന്ന് ആലോചിക്കും, എന്നിട്ടൊരു തീരുമാനത്തിലെത്തും. എന്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും, അതിലൊരു സംശയം വേണ്ട. ഓക്കെ? അല്ല ഡോക്ടർ, പ്ലീസ് മനസ്സിജ, കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അല്പം തിരക്കിലാണ്. മനസ്സിജൻ ചെല്ല്. ഞാൻ ആലോചിച്ചു ബായ്, ആലോചിച്ചൊരു തീരുമാനത്തിൽ എത്തും ചെയ്തു. എന്ത്? അല്ല, നമ്മുടെ കുഞ്ഞുമണി പോയ കാര്യം കുട്ടിമണിയോട് പറയണോ വേണ്ടയോ എന്ന കാര്യത്തിലായിരുന്നല്ലോ ആശയക്കുഴപ്പം. അതേപ്പറ്റി ഞാൻ വളരെ ആഴത്തിൽ ആലോചിച്ചു. പല വശങ്ങൾ ചിന്തിച്ചു, പല വശങ്ങൾ നോക്കി എന്താവും അനന്തരഫലങ്ങളെന്ന്. എന്നിട്ട് പിച്ചളയ്ക്ക് എന്ത് തോന്നി? ഞാൻ പറയണത് തൽക്കാലം കുട്ടിമണിയോട് ഈ വിവരം എടുത്തു ചാടി അറിയിക്കണ്ടെന്നോ? ആ, മയക്കത്ത് നിന്ന് കണ്ണ് തുറന്നല്ലേ ഉള്ളൂ കുട്ടിമണി. അത് കണ്ണ് തുറന്നത് തന്നെ കുഞ്ഞുമണിയെ കാണാനുള്ള ആഗ്രഹത്തിലും. അപ്പോ അതിന്റെ മുഖത്ത് നോക്കി നീ കാണാൻ ആഗ്രഹിച്ച കുഞ്ഞ് മരിച്ചു പോയിന്ന് എങ്ങനെ പറയും ബായി? അതുകൊണ്ട് അങ്ങനെ ഒറ്റയടിക്ക് പറയണ്ട. പിന്നെ എന്തു ചെയ്യും? ഡോക്ടറുടെ അടുത്താണ് കുഞ്ഞെന്ന് ഞാൻ അവളോട് പറഞ്ഞു. എന്നും അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ച ചോദ്യം അത് ശരിയല്ലേ? അങ്ങനെ എത്ര നാൾ പറയും? ബായി, തൽക്കാലം പറയണ്ടെന്നാ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ ആയുഷ്കാലത്തേക്ക് പറയണ്ടെന്നല്ല. ഇപ്പം ഉറക്കത്തിന് ഉണർന്ന കുട്ടിമണി കുഞ്ഞുമണിയെ തിരക്കി നാളെയും മറ്റന്നാളും തിരക്കും. അങ്ങനെ പതിയെ കുഞ്ഞുമണി അടുത്തില്ല എന്നുള്ള തിരിച്ചറിവ് വരും. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യം പറയാം. എനിക്ക് തോന്നുന്നില്ല ഭായി. ഓരോ ദിവസം കഴിയുന്തോറും കുഞ്ഞുമണിയെ കാണാനുള്ള ആഗ്രഹം തീവ്രമാകത്തല്ലേ ഉള്ളൂ. അതിനനുസരിച്ച് അവളുടെ ചോദ്യവും വാശിയും കൂടത്തല്ലേ ഉള്ളൂ. അവിടെ നമ്മൾ കുഴങ്ങിപ്പോകത്തല്ലേ ഉള്ളൂ ഭായി.